നമ്മുടെ ടോപ്പ് സിംഗറിലെ വലിയ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ പാട്ട് കേട്ടോണ്ടിരിക്കല്ലേ. ഇനി ലിറ്റിൽ ഏഞ്ചൽസ് എന്ന ഒരാളെ വിളിച്ചാലോ? താരക്കുട്ടീനെ വിളിക്കാം അല്ലേ? വെൽക്കം താരക്കുട്ടി. താരക്കുട്ട. അയ്യോ ഇതാര്? താരക്കുട്ടി. ഇതാരാ? ആരാ? കുഞ്ഞിനെ കണ്ടപ്പോ എനിക്ക് വിശന്ന് മീനൂട്ടി. അതെന്താ പറഞ്ഞോടാ, ഞാൻ കുറച്ച് അവിലെടുത്ത് വായിലിട്ടു. ഇതൊക്കെ കണ്ടിട്ടാണോ? ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണൊഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. ഒരു ഐസ്ക്രീം പോലെ തോന്നി. അത് ഐസ്ക്രീം ഒന്നല്ല, മുടി എന്ന് പറയുന്ന കഴിച്ചാലുണ്ടല്ലോ എന്തോ നിങ്ങള് അത് കഴിക്കാൻ പാടില്ല. കഴിക്കുന്ന സാധനമല്ല, കഴിക്കുന്നെല്ലാം നമ്മൾ ഈ ഐസ്ക്രീം അങ്ങനത്തെ മിഠായോ അങ്ങനത്തെ ഈ മുടി ഞങ്ങൾക്ക് മുടി കഴിച്ചാ മതി. എന്നാ ആരെങ്കിലും ഇവിടുന്ന് ചോദിക്കേ. എന്താ ചോദിക്കണ്ടത്? എന്ത് പറ്റും? എന്താ കുഴപ്പം? കഴിക്കുക മുടി എന്താ കുഴപ്പം? ചിലപ്പോ ടേസ്റ്റിന് വേണ്ടി ഇടും. അളവിന് മക്കളെ മുറിച്ച് മുറിച്ച്. മുടി കഴിക്കുവോ? ടേസ്റ്റിന് വേണ്ടി ഇടില്ലേ? ഡെയിലി രാത്രി മുടി കഴിക്കും. അങ്ങനെ കിടന്ന് ഉറങ്ങുന്ന ഫൈസൽ. അല്ലെ ഫൈസലങ്ങളുടെ മുടി നോക്ക് മക്കളെ. ആ ഫൈസൽ അത് കഴിക്കുമ്പോ പാടുന്ന ഒരു പാട്ടുണ്ട്, ചരിത്രങ്ങൾ. അത് പാടിക്കൊണ്ട് അല്ല ഇവിടെ എന്തിനാ വന്നേ? മുടി കഴിക്കും. ഞങ്ങൾ എല്ലാരും ഒരു നെല്ലിക്ക വലുപ്പത്തിൽ മുടി കഴിക്കുന്നവരാ. ലേഹ്യത്തിന്റെ കൂടെ ചുരുട്ടി വെച്ച് കഴിക്കും. അതെന്താ ഇപ്പൊ കുഴപ്പമെന്താ? മുടി കഴിച്ചാൽ എന്ത് പറ്റും? മുടി കഴിച്ചാൽ എന്തെങ്കിലും വയറ്റിന്റെ ഉള്ളിൽ മുടി പോവാ. പിന്നെ വയറ്റിനുള്ളിൽ പിന്നെ എല്ലാം പോകാൻ വേണ്ടി കഴിക്കുന്നത്. ഭക്ഷണം എന്ന് പറയുന്നത് ഈ ചോറെല്ലാം ഉണ്ണുന്നത്, ഈ മുടിന്നല്ല. ഭക്ഷണം അതൊക്കെയാണ് ഭക്ഷണം. ഈ മുടി ഒരു ഭക്ഷണമല്ല. അതാ താരക്കുട്ടി പറഞ്ഞോണ്ടിരിക്കുന്നേ. ഇനി മുതൽ മുടി കഴിക്കുവോ? പിന്നെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടില്ലേ? മുടി കഴിക്കോ? മക്കളെ കുഞ്ഞെ അങ്ങോട്ട് നോക്ക്. അമ്മയ്ക്ക് പാദം വരെ മുടി ഉണ്ടായിരുന്നു. തിന്നുന്ന ഇത്ര മുടിയൊന്നും കഴിക്കൂല. എന്നാ ഒന്ന് പറഞ്ഞേ അമ്മ പറയ്. ചെറുപ്പത്തിൽ കഴിക്കില്ലായിരുന്നോ? അറിയാതെ കഴിക്കും മോളെ. അവക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മക്കളെ എത്ര ശ്രമിച്ചു മുടി കഴിക്കണ്ട കേട്ടോ, വയറിളക്കം വരും. മുടി കഴിച്ചാലേ നിങ്ങൾക്ക് എല്ലാവർക്കും അസുഖം വരും. ഞങ്ങള് മുടിയന്മാരാവും. മുടി കഴിച്ചാല് പിന്നെ കഷ്ടകാലത്തിന് മുടി എന്ന് പറഞ്ഞു പോയി. ഞങ്ങൾ തിരിച്ചെടുത്തു. അല്ല മുടിയില്ല. ലോകത്ത് മുടിയേ ഇല്ല. ലോകത്ത് ഒരൊറ്റ ആള് മുടി വെച്ചേക്കരുത്. ഏത് പാട്ടാ പാടുന്നേ? ഐ ലവ് യു മമ്മി. അയ്യോ ഐ ലവ് യു മുടി. ഐ ലവ് യു മമ്മി. അത് ശരിയാണോ? ഐ ലവ് യു മമ്മിയാണ് ശരി, ഐ ലവ് യു മുടിയല്ല ശരി. അല്ല രണ്ടുപേരും ഇരിക്കുമ്പോ ഐ ലവ് യു മമ്മി എന്ന് മാത്രം പറയും. ഐ ലവ് യു മമ്മിയാണ് ഇത്. ഐ ലവ് യു മമ്മിയാണോ ഡാഡിയാണോ? ഞങ്ങൾക്ക് അത് അറിയാം. ഐ ലവ് യു മമ്മി. അപ്പൊ ഡാഡിയെ ഇഷ്ടമല്ല. അച്ഛനോ? ഇഷ്ടമല്ല. ഐ ലവ് യു ഡാഡി, ഐ ലവ് യു മമ്മി. ഇല്ല. ഒരെണ്ണം പറഞ്ഞ ഏതാ പറയാ? ഏറ്റവും ഇഷ്ടം. ഐ ലവ് യു മമ്മി, ഐ ലവ് യു ഡാഡി. എന്നാലും ഇച്ചിരി കൂടുതൽ ഇഷ്ടം ആരെയാ? അമ്മ. എന്റെ അമ്മേ, എന്റെ അമ്മ. അച്ഛനെയാണ് എനിക്ക് അധികം ഇഷ്ടം. ആരും ഇഷ്ടമില്ലാതെ എനിക്കില്ല. ഇല്ല. അതൊരു പ്രശ്നം നിങ്ങൾ പറയുന്നേ. അതൊരു പ്രശ്നം, വലിയ പ്രശ്നമാണ് നമ്മൾ ഈ ചോദിച്ചോണ്ടിരിക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. അപ്പൊ നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ വിട്ടിട്ട് പാടിയാലോ? അതിനു മുന്നേ പാടാ. അതിന് ശേഷം ഫുൾ ഭക്ഷണം. അയ്യോ ഫുൾ വർത്താനം പറയുന്നേ. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പൊ ആദ്യം എന്നാ പാടാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കേ. ഫൈസൽ അങ്കിൾ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പിച്ച് ചെയ്തെന്നോ? പിച്ച എടുക്കണോന്നോ? എന്താണ്? ഇന്നല്ല, അന്നത്തെ പോലെ പറയരുതേ. ഞാൻ എന്തെന്ന് പറഞ്ഞ ഞാൻ ഫുൾ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇങ്ങനെയാണ്. പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ.